ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഹോട്ട് ആൻഡ് സോർ സൂപ്പ് ഉണ്ടാക്കാം കേട്ടോ. അതിനുവേണ്ടി പാൻ അടുപ്പത്ത് വെച്ചു, എണ്ണ ഒഴിച്ചു, 2 അല്ലി വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഒരു 2 മിനിറ്റിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, സവാള അരിഞ്ഞ് വെച്ചതും കൂടി അതിലോട്ട് ആഡ് ചെയ്യാണ്. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. ഒരുപാടങ്ങ് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഉള്ളിയുടെ നിറം മാറേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അതിൻ്റെ ഒരു പച്ചച്ചുവ മാറുന്നവരെ അതും ഒരു 2 മിനിറ്റോളം നമ്മൾ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അതിനുശേഷം ക്യാരറ്റ്, ബീൻസ്, ക്യാബേജ് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഞാൻ അതിലോട്ട് ആഡ് ചെയ്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാണ്. ഒരു 2 മിനിറ്റോളം എല്ലാ വെജിറ്റബിൾസും ഒന്ന് ജസ്റ്റ് ഒരു എന്താ പറയുക, അതിൻ്റെയും ഒരു പച്ചച്ചുവ മാറുന്ന രീതിയിൽ നമ്മളൊന്ന് വഴറ്റിയെടുത്തു. അതിനുശേഷം കുരുമുളക് പൊടി ആഡ് ചെയ്തു, എന്നിട്ട് അത് മിക്സ് ചെയ്യാണ്. ഇതിനോടൊപ്പം നമ്മൾ സ്വീറ്റ് കോൺ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അന്ന് കുറച്ചെടുത്തിട്ട് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്തു, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് കോളിഫ്ലവർ അങ്ങനെയൊക്കെ നമുക്ക് ആഡ് ചെയ്യാം, പക്ഷേ എൻ്റെ അടുത്ത് അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത്രയേ ഉള്ളൂ, ഇത്രയും ഞാൻ ചേർത്തു. ഇനി നമുക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് സോയാ സോസാണ്. ഒരു 1.5 ടീസ്പൂൺ സോയാ സോസ് ആഡ് ചെയ്തു. അപ്പം നമ്മൾ ഇതുവരെ നമ്മൾ ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല കേട്ടോ, കാരണം സോയാ സോസിൽ ഓൾറെഡി ഉപ്പ് ഉണ്ടാവും. അപ്പോൾ അതിനുശേഷം അവസാനമാണ് നമ്മൾ ഉപ്പ് ആഡ് ചെയ്യുള്ളൂ. അപ്പോൾ ഇനി ചില്ലി സോസ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുമായിരിക്കും ബെറ്റർ. ഞാൻ ഇതിലോട്ട് എൻ്റെ കയ്യിൽ ടൊമാറ്റോ കെച്ചപ്പ് മാത്രമേ ഇപ്പോൾ ഉള്ളൂ, അപ്പോൾ ഞാനത് കുട്ടികൾക്ക് ആ ഫ്ലേവർ ഇഷ്ടമായത് കാരണം അതാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്, ഒരു 1.5 ടീസ്പൂണ്. അപ്പോൾ ചില്ലി സോസ് ഉള്ളവർ അത് ആഡ് ചെയ്യുക കേട്ടോ. ഈ സമയം ഞാൻ ചിക്കൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, കുരുമുളക് ഉപ്പ് ഇട്ടിട്ട്. അപ്പോൾ ആ വെള്ളമാണ് ഇതിലോട്ട്, ആ വേവിച്ച് വെച്ചിട്ടുള്ള വെള്ളം മാത്രമാണ് ഞാൻ ഇപ്പോൾ ഇതിലോട്ട് ആഡ് ചെയ്യുന്നത്. അതിനോടൊപ്പം സൂപ്പ് തിളച്ച് വറ്റാനുള്ള ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തു. അപ്പോൾ ഇപ്പോൾ സോയാ സോസിൻ്റെ ഉപ്പും ഉണ്ട്, ഒപ്പം നമ്മൾ ചിക്കൻ വേവിച്ച് വെച്ചിട്ടുള്ള ആ വെള്ളത്തിന് കുറച്ച് ഉപ്പുണ്ട്. അതുകൊണ്ട് ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല. ഇത് ചിക്കൻ ഞാൻ വേവിച്ച് വെച്ചതെല്ലാം ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ചിക്കി എടുത്തതാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്തു. ഇനി എല്ലാം കൂടെ നന്നായി തിളയ്ക്കാവുന്ന പരുവത്തിലാക്കി നന്നായി തിളച്ച് വന്നപ്പോൾ ഒരു മുട്ട ഞാൻ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ തിളച്ച് വരുന്നതിനോടൊപ്പം തന്നെ ഞാനത് അതിലോട്ട് കൈ എടുക്കാതെ തന്നെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം കേട്ടോ. അതാണ് ആ വൈറ്റ് കളർ മുട്ടയുടെ ഇതാ കാണുന്നത്. അപ്പോൾ മുട്ട ആഡ് ചെയ്തു, നന്നായിട്ട് ഇളക്കി. ഇപ്പോൾ തന്നെ ഏകദേശം നമ്മുടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഒപ്പം ഞാൻ ഒരു ടീസ്പൂണോളം കോൺഫ്ലോർ വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കോൺഫ്ലോർ ഒരു തിക്ക് വേണ്ടിയിട്ട്, സൂപ്പ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് കോൺഫ്ലോറും ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ സമയമൊക്കെ നമ്മൾ കൈയെടുക്കാതെ ഇളക്കി കൊണ്ടിരിക്കുക കേട്ടോ. കോൺഫ്ലോറും നന്നായിട്ട് അതിൽ മിക്സ് ചെയ്തു. അപ്പോൾ ഏകദേശം നമ്മുടെ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഹോട്ട് ആൻഡ് സോർ സൂപ്പ്, ചിക്കൻ സൂപ്പ്. അപ്പോൾ ഇതിൽ ഹെൽത്തി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാം. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒന്നാണല്ലോ. അപ്പോൾ ഇപ്പോൾ റംദാൻ സമയമായത് കാരണേ ഓഫീസ് ടൈമും സ്കൂൾ ടൈമൊക്കെ കഴിഞ്ഞിട്ട് അച്ഛനും മക്കളും നേരത്തെ വീട്ടിൽ കാണും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അവർക്ക് സ്പെഷ്യൽ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഓരോന്നും ഇങ്ങനെ ട്രൈ ചെയ്യണം കേട്ടോ. എന്നാലും ഹെൽത്തി ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമുക്കും അതൊരു സന്തോഷമാണല്ലോ, എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുമ്പോൾ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.